ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പലവിധ കാരണങ്ങൾ കൊണ്ട് ആത്മീയ ജീവിതത്തിൽ വിരസത അനുഭവിക്കുന്ന പല ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം എന്നുള്ളതാണ് ദൈവഹിതം. എന്നാൽ പലപ്പോഴും പലർക്കും അത് കഴിയാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നാം ഒരനുഗ്രഹവും മറ്റുള്ളവർക്ക് നാം ഒരനുഗ്രഹവും ആയി മാറണം എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റിലും ഉള്ള ചുറ്റുപാടും ഉള്ള എല്ലാവരിലേക്കും നമ്മിൽ നിന്ന് ദൈവകൃപയുടെ നദികൾ, അനുഗ്രഹത്തിൻ്റെ നദികൾ ഒഴുകിച്ചെല്ലണം. അങ്ങനെ നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ വ്യക്താക്കളായിട്ട് നാം മാറണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിരസത തോന്നിത്തുടങ്ങുമ്പോൾ ആത്മപരിശോധനയ്ക്ക് നാം മനഃപൂർവ്വമായിട്ട് തയ്യാറാകണം. സാധാരണഗതിയിൽ ഇനി പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വിരസമായ നിലയിലേക്ക് പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവവചനം വായിക്കുവാൻ നമുക്ക് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, വചനം നമുക്ക് കൂടുതൽ അനുഗ്രഹമായിട്ട് തോന്നുന്നില്ലെങ്കിൽ, രസകരമായിട്ട് കൂടുതൽ വായിക്കണമെന്നുള്ള ഒരാഗ്രഹത്തിലേക്ക് നാം എത്തപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആത്മീക മാന്ദ്യത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം വചനമാണ് കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും. ദൈവത്തിൻ്റെ വചനം ആണ് നമ്മളെ വഴി നടത്തേണ്ടത്. വചനത്തിൽ വേരൂന്നി നാം വളരണം. വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കുള്ള താല്പര്യം നഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാനോ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനോ ഉള്ള നമ്മുടെ ഹൃദയവാഞ്ച കുറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ആത്മീക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാപം ആണ് വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ നമ്മെ തടസ്സപ്പെടുത്തുന്നത്. മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മെ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ നാം തയ്യാറാകണം. ഒരു കാലത്ത് മറ്റുള്ളവരെ ആത്മീയമായി ഉത്സാഹിപ്പിക്കുന്നവരായിരുന്ന നാം ഇപ്പോൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനോ അവരെ സേവിക്കുവാനോ അവരെ ശുശ്രൂഷിക്കുവാനോ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കരയേണ്ട സമയം അതിക്രമിച്ചു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക്, പ്രത്യേകിച്ച് സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് നമുക്കുള്ള ആഗ്രഹം ഇല്ലാതെ പോകുന്നുവെങ്കിൽ ആരും ശരിയല്ല. അതുകൊണ്ട് ആരോടും കൂട്ടായ്മ കൂടുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മനോഭാവം നമ്മിൽ വളരുന്നുവെങ്കിൽ മാനസാന്തരപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പരാതിയും പിറുപിറുപ്പും അസംതൃപ്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പതിയെ വേരുപിടിക്കുവാൻ തുടങ്ങും. പിറുപിറുപ്പ് നമ്മിൽ വർദ്ധിക്കുവാൻ തുടങ്ങും. ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത, ഒന്നിലും ഒരു സംതൃപ്തിയില്ലാത്ത, പാപത്തെ ലാഘവ ബുദ്ധിയോടെ കാണുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മെ സാത്താൻ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയുള്ളവരായിട്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം. നാം നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നമുക്ക് കഴിയണം. ഏതെല്ലാം പോരാട്ടങ്ങളിലൂടെ വേണം നാം നമ്മുടെ വിശ്വാസം സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. വിരസമായ ഒരു ആത്മീയ ജീവിതത്തോട് വിട പറഞ്ഞ് ഉത്സാഹമുള്ള
ഒരാത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ഇന്നും ദൈവം ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകുവാൻ സമർപ്പിച്ചു കൊടുക്കാം. മറ്റുള്ളവർ ഒരുപക്ഷെ വേദനയോടെ നമ്മോട് പെരുമാറിയതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. നമ്മെക്കുറിച്ച് നാം എപ്പോഴും ഏറ്റവും ചെറിയ ചിന്തകൾ വെച്ച് പുലർത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. താഴ്മയിലിരിപ്പാനും എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും നമുക്ക് ആത്മീയ ഉത്സാഹമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവികമായ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച്, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവിൽ ആശ്രയിച്ച് അവിടുത്തെ സേവയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ നമുക്ക് സേവിക്കാം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞുകൊണ്ട് കർത്താവിനെ തന്നെ നമുക്ക് സേവിക്കാം. നാം ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, ദൈവത്തിനെന്നതുപോലെ ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ. അങ്ങനെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കർത്താവിൽ നിന്ന് കേൾപ്പാൻ നാം പ്രാപ്തരാകട്ടെ. സർവശക്തിയുള്ള ദൈവമേ, ഉത്സാഹമുള്ളവരായി സന്തോഷത്തോടെ ദൈവം തരുന്ന എല്ലാ ദിനങ്ങളിലും ദൈവത്തെ സേവിപ്പാൻ, നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.